ചേട്ടാ, ആ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്യണ്ടായി, അതായത് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതിനെ പറ്റി ഉം. ഒരു വീഡിയോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇറാൻ ഇസ്രായേലിന് ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രതിരോധം എന്നുള്ള നിലയിൽ കുറച്ച് നാശനഷ്ടങ്ങൾ, ഒരു ബാലിസ്റ്റിക് മിസൈൽ ബാലിസ്റ്റിക് വിട്ടിട്ട് മിസൈലുകൾ ഇസ്രായേലിൽ വൻ നാശനഷ്ടം വരുത്തുകയുണ്ടായി. ഉവ്വ. ഇത്തരത്തില് എന്താ പറയാ, രണ്ട് വൻ ശക്തികളാണ് യുദ്ധത്തിന്റെ ഉവ്വ. കാര്യത്തിൽ, ഇസ്രായേലായാലും തീർച്ചയായിട്ടും. ഇറാനായാലും. അപ്പൊ ഇവരിങ്ങനെ യുദ്ധം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചടി, അതിന് പ്രതിരോധം എന്നുള്ള രീതി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും മുന്നോട്ടുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ എന്തായിരിക്കും നടക്കാൻ? ഇത് എന്ന് വെച്ചാൽ ഇറാനെ സംബന്ധിച്ചോളം വ്യക്തമായിട്ടൊരു ലക്ഷ്യമുണ്ടെന്ന്. കാരണം ഹിസ്ബുള്ള, ഹൂതികൾ, ഹമാസ് വഴിയൊക്കെ ഇസ്രായേലിനെ ആക്രമിച്ച് ഇസ്രായേലിനെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇറാനുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെയായാലും ഇസ്രായേലിന് നിലനിന്നേ പറ്റുമെന്നുള്ളൊരു രീതിയാണ് ഇസ്രായേലിനുള്ളത്. അപ്പം ഇസ്രായേലിനെ ആരെങ്കിലും തൊട്ടവനെ തട്ടുക എന്നുള്ളൊരു ലൈനാണ് അവർക്കുള്ളത്. അപ്പം ഇങ്ങനെ രണ്ടു കൂട്ടരും ഒരു പ്രത്യേക ശൈലിയിൽ പോകുന്നുണ്ട്. ഇതൊരിക്കലും അവസാനിക്കാനായിട്ട് പോകുന്നില്ല. ഈ പ്രശ്നം, ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം സോൾവ് ആവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് ഇറാനെ നശിപ്പിക്കാൻ കഴിയണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇറാനും ഇറാന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന തീവ്രവാദ സംഘടനകളും പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യപ്പെടണം. രണ്ടിലൊന്നായാൽ മാത്രമാണ് ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതല്ലാതെ എന്തൊക്കെ സൊല്യൂഷൻ, ഏതൊക്കെ രാജ്യങ്ങൾ എങ്ങനെയൊക്കെ ഒത്തുതീർപ്പ് കൊണ്ടുവന്നാലും ഈ പ്രശ്നം താൽക്കാലികമായിട്ട് ശമിച്ചാലും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മളൊരു എന്താ പറയുക, അബ്രാഹത്തിൻ്റെ മക്കളാണ് ഇസാക്ക്, ഇസ്മായില്, അവരുടെ പരമ്പര യാക്കോബ്, ഏശാവ്. ഈ പരമ്പരകൾ തമ്മിൽ പാരമ്പരാഗത എന്ന് പറയാം, പാരമ്പര്യം മുതലുള്ള വൈര്യങ്ങളാണ്. അപ്പൊ നമ്മൾ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്നൊക്കെ പറഞ്ഞാലും ഇതിന്റെ പിന്നിൽ ഇത്തരം ഒരു വിഷയം കൂടി എടുക്കുന്നുണ്ട്. അപ്പോ ഇറാൻ ഒരു രാജ്യമാണ്, ഇസ്രായേൽ ഒരു രാജ്യമാണ് എന്ന തരത്തിൽ അത് ഒരു വശമാണെങ്കിൽ അതോടൊപ്പം അതിൻ്റെ ഉള്ളിൽ മറ്റൊരു തലം കൂടിയിലുണ്ടെന്ന്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാളുടെ അന്ത്യം കുറിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു മൂവ്മെൻ്റാണ് നടക്കുന്നത്. പക്ഷേ ഇതൊരിക്കലും ഇത് അവസാനിക്കാനായിട്ട് പോകുന്നില്ല. ഇന്നത്തെ ലോകത്തിൻ്റെ ഘടന വെച്ചിട്ട് ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറാന് സാധിക്കില്ല. കാരണം ഇറാൻ ഇന്നലത്തെ ശക്തമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ വിട്ട് ഇസ്രായേലിനെ ഞെട്ടിവിറപ്പിക്കലൊക്കെ ഉണ്ടെങ്കിലും അന്തിമമായിട്ട് യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഇറാൻ്റെ പൂർണ്ണ പരാജയത്തിലാണ് ചെന്ന് കലാശിക്കുക. ആ ഒരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് ഇറാൻ ആഗ്രഹിക്കില്ലെന്ന്. കാരണം ഇറാനെ സംബന്ധിച്ചോളം ഇസ്രായേല് ഇറാനിലേക്ക് ആക്രമണം നടത്തി അവരുടെ സൈനിക മേധാവി, പ്രധാനപ്പെട്ട രാജ്യത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ മുഴുവനും കൊല്ലപ്പെട്ടു. മാത്രമല്ല അവരുടെ ആണവ നിലയങ്ങൾക്കെതിരെ ആക്രമണം നടത്തി. അപ്പൊ രാജ്യത്തിന്റെ എന്താ പറയുക, സൈന്യാധിപനും പ്രധാനപ്പെട്ട ആളുകൾക്ക് പോലും ജീവൻ നിലനിർത്താൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വിഷയമാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അധികം പരിക്ക് പറ്റിയില്ലെങ്കിലും പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു ഭയപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. അപ്പം ഇത്തരം അവസ്ഥകളുണ്ട്. ഞങ്ങൾ ഭയന്നിരിക്കുന്നില്ല, ശക്തമായി ഇറാൻ ശക്തമായ രാജ്യമാണ് എന്നൊക്കെ ഇറാനിലെ ജനങ്ങളുടെ മുന്നിൽ ബോധിപ്പിക്കുന്നതിനും ലോകത്തിന്റെ മുന്നിൽ ഇറാൻ വളരെ കരുത്താണെന്നും സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ വിട്ടിട്ടുള്ളത്. അതിന്റെ വെളിച്ചത്തിൽ ഇന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മറ്റേ പ്രസ്താവന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ ടെഹ്റാൻ കത്തിക്കുന്നതാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇറാന് മുഖം രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയോട്ടെ, ഞങ്ങളത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും, വിട്ടുവീഴ്ച ചെയ്യും. പക്ഷേ ഞങ്ങൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലൊരു കൈ ഉയർന്നാൽ ഒരിക്കലും ആ കൈ ഞങ്ങൾ വെച്ചേക്കില്ല എന്നൊരു വ്യക്തമായ ഒരു നീക്കമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. അതുകൊണ്ട് ഇത് ശക്തമായ ഒരു യുദ്ധമായിട്ട് മാറാനുള്ള സാധ്യതയില്ല. കാരണം ലോകരാഷ്ട്രങ്ങളൊക്കെ ഇടപെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ രണ്ടു മുഖം രക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ട് ഈ പ്രശ്നം സോൾവ് ആയിട്ട് വരാനാണ് സാധ്യത. ഇനി അങ്ങനെ സോൾവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇറാന് ഭീകരമായിട്ടുള്ള നാശനഷ്ടം സംഭവിക്കുന്ന അവസ്ഥയിലേക്കായിരിക്കും കാര്യം കിട്ടുക. ആ സാഹചര്യം ഉണ്ടാവാനായിട്ട് ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എങ്ങനെയും സോൾവ് ആവാനാണ് സാധ്യത. കാരണം
വല്ലാതെ മുറുകി വന്നാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ശാന്തമായി അവസാനിക്കാനാണ് ചാൻസ് എന്നാണ് നമുക്ക് ഇന്നത്തെ ഇതിൽ പറയാൻ പറ്റുള്ളൂ. ഇനി നാളെയും മറ്റന്നാളോ നമുക്ക് ഇതിനെ പറ്റി അടുത്ത കാര്യം പറയും. ഇപ്പോഴത്തെ ഇതിൽ എങ്ങനെ പറയാൻ പറ്റും.